ഇപ്പോൾ ധനമന്ത്രി തോമസ് കെ എൻ ബാലഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മാത്രം സംസ്ഥാനത്തിന് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുള്ള തുടങ്ങിയ കണക്കുകൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇതൊന്നും കൊടുക്കാനില്ലെന്ന് ഞങ്ങൾ അസംബ്ലി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സുപ്രീം കോടതി കൊടുത്തേക്കുന്നതാണ്. അവിടെ ഞങ്ങൾ സുപ്രീം കോടതി പോലെ ഏറ്റവും പവിത്രവും ഏറ്റവും ഉയർന്നതുമായ ഒരു ബോഡിയിൽ കേസ് കൊടുത്ത് ആ കേസ് ഉൾപ്പെടെ ബാധിക്കാനായിട്ടുള്ള സമീപനം എടുത്ത് ഇരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അത് ചർച്ച ചെയ്തില്ല. വീണ്ടും സുപ്രീം കോടതിയിലേക്ക് കേസ് ഇരിക്കണം. 6 ആ കേസ് വരും. ആ കേസ് വരുമ്പോൾ ഏറ്റവും ന്യായമായ പ്രശ്നങ്ങൾ കുറെ പരിഹരിക്കപ്പെടും. ഞങ്ങൾ കൊടുത്ത കേസ് കിഫ്ബിയും കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട കമ്പനി, ഈ 2 സ്ഥാപനങ്ങൾ എടുത്തേക്കുന്ന ലോൺ ഭരണഘടനാപരമായിട്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള പ്രൊവിഷൻസ് എടുത്താണ്. അത് സംസ്ഥാനത്തിന്റെ ബോറോയിങ് വരരുത് എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഏകദേശം 26,000-ഓളം കോടി രൂപ 14ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷന്റെ ഒക്കെ സമയത്ത് നമുക്ക് അനുവദനീയമായ വായ്പയിൽ നിന്നും കണക്കിൽ നിന്നും നമുക്ക് കിട്ടേണ്ട പണത്തിൽ നിന്നും വെട്ടിക്കുറച്ചതിനെ സംബന്ധിച്ച കാൽക്കുലേഷനാണ്. ഈ 2 കാര്യം കോടതി കിടക്കുകയാണ്. ആ കാര്യം ചർച്ച ചെയ്യാനായിട്ട് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ സ്റ്റേറ്റും യൂണിയനും തമ്മിൽ അങ്ങനെ ചർച്ച ഇങ്ങനത്തെ തർക്കം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ അമിക്കബിളായി സെറ്റ് ചെയ്യണം. അതുകൊണ്ട് വൈ ക്യാൻ യു ഹാവ് എ ഡിസ്കഷൻ. ഞങ്ങൾ അപ്പോഴേ അംഗീകരിച്ചു. നിങ്ങൾക്ക് അറിയുന്നതാണ്, ബഡ്ജറ്റ് ദിവസം തന്നെ ബഡ്ജറ്റിന്റെ മറുപടിയുടെയും മറ്റു ബില്ലുകളുടെ സമയത്ത് തന്നെ ധനകാര്യമന്ത്രി തന്നെ ഇവിടുന്ന് പോയി മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ടീം ചർച്ച ചെയ്തു. അവരുടെ ഫൈനാൻസ് സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്ററും ഞങ്ങൾ വന്നു. അവിടെ വെച്ച് തന്നെ അവരെടുത്ത സമീപനം, നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, കണക്ക് കൂട്ടാൻ ചർച്ച ചെയ്യാം, അത് കോടതി കിടക്കുന്ന ചില കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്, അത് കോടതി നിൽക്കേണ്ടതാണ്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളിപ്പോ നോക്കിയ കണക്കനുസരിച്ച് തന്നെ 13,600 ചില്ലാനും കോടി രൂപ 13,606 കോടി രൂപ തരാനുണ്ട്, അനുവാദം തരേണ്ടതുണ്ട്. പക്ഷേ അത് തരണമെങ്കിൽ സ്യൂട്ട് പിൻവലിക്കണം. അതായത് ഈ മാർച്ച് മാസത്തിനകം കൊടുക്കേണ്ട പണത്തിന് കിട്ടേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫൈനൽ ക്വാർട്ടറിൽ ഞങ്ങൾ 14,000 കോടിയിലധികം ബോറോയിങ് ഉണ്ട്, മറ്റു കിട്ടേണ്ട പണമുണ്ട്. ആ പണം ഇപ്പൊ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സമീപനം എടുത്തു. കേസ് പിൻവലിച്ചിട്ട് സുപ്രീം കോടതി ഞങ്ങൾ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള പണമാണ്. അവർ തന്നെ സമ്മതിക്കുന്നു 13,608 കോടി രൂപ കേരളത്തിന് എലിജിബിൾ ആയിട്ടുള്ള ഫണ്ടാണ്, പണമാണ്. ആ പണം എടുക്കാൻ സമ്മതിക്കാത്തത് ഞങ്ങൾ ഒരു കേസ് കൊടുത്തു എന്നുള്ളതിന്റെ പേരില്ല. കേസ് കൊടുത്ത എന്താ, ഭരണഘടനയ്ക്കകത്തെ പ്രൊവിഷൻ അനുസരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ പരിശോധിച്ചിട്ടും ഞങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിന്യായ കോടതിയിൽ ഞങ്ങൾ ഒരു കേസ് കൊടുത്തു. അത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഉള്ള അർഹതയാണ്, അവകാശമാണ്. ആ കേസ് കൊടുത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ പണം തരില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അങ്ങേറ്റം ബുദ്ധിമുട്ടിക്കും. ആ സ്റ്റാൻഡ് ഇപ്പോഴും പറയുകയാണ്. ശമ്പളം കൊടുത്തത് കൊണ്ടോ പെൻഷൻ കൊടുത്തത് കൊണ്ടോ ഒരു സംസ്ഥാനത്തിന്റെ പ്രശ്നം തീരില്ല, അതൊരു ഭാഗം മാത്രമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 22,000 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. ആ 22,000 കോടി എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ വകുപ്പുകളിലെയും പരമാവധി ചെലവ് വരുന്നപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ഗ്രാന്റുകളും മറ്റും കിട്ടുന്ന സർവകലാശാലകൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഫണ്ടുകളെല്ലാം കൊടുക്കേണ്ടതാണ്. ആ 22,000 കോടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തൊരു സ്ഥലത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങള് ഫൈനൽ ക്വാർട്ടറിൽ 14,000 കോടി രൂപ ഞങ്ങളുടെ അർഹമായിട്ടുള്ള വിഹിതം അനുസരിച്ച് എടുത്ത തുക, ആ തുക തന്നെ തടഞ്ഞു വെച്ചു എന്നുള്ളതാണ് ഏറ്റവും അവസാനം ചെയ്തത്. ആദ്യം ചെയ്തത് 57,400 കോടിയോളം സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് അത് വെട്ടിക്കുറച്ചു. അതിന്റെ കണക്കുകൾ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് വെട്ടിക്കുറച്ചിട്ട് അവസാനം കോടതിയിൽ വരെ എത്തിയിട്ട് പോലും ചെയ്തില്ല. ഞങ്ങള് ഭരണപരമായ എല്ലാ കാര്യവും നോക്കി ഗവൺമെന്റ് ഡിസ്കഷൻ നടത്തി. ഇത് കൂടാതെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചു. ഡൽഹിയിലേക്ക് സമരത്തിന് പോയി. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികളെയും കേരളത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം എന്ന് പറഞ്ഞ് ഞങ്ങൾ സംഘടിപ്പിച്ചു. അതിനൊപ്പമാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ഈ കാര്യത്തിൽ പോകുമ്പോൾ കോടതിയിൽ പോയതിന്റെ പേരിൽ നിങ്ങൾ കോടതിയിൽ പോയല്ലേ എന്ന് പറഞ്ഞ് തടയുക. അപ്പൊ കോടതിയിൽ പോയിട്ട് ഏറ്റവും ന്യായമായ ഒരാൾക്ക് അവകാശമുള്ളതാണ്. ഒരു പൗരൻ പോയാൽ അവന്റെ കൊടുത്തു. ഒരു സംസ്ഥാന ഗവൺമെന്റ് പോയിട്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും, ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയാൽ ഇന്ത്യയിൽ ആ കോടതി എന്ന് പറയുന്നതും ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നതും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതും ഒന്നും അംഗീകരിക്കില്ല എന്നുള്ള സമീപനം ഇത് വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇപ്പൊ ശമ്പളത്തിന്റെയും പെൻഷന്റെയും പ്രശ്നം മാത്രമല്ല കേരളത്തിലുള്ളത്. ഇവിടുത്തെ ഓരോ പൗരനെ സംബന്ധിച്ചുള്ള കാര്യമുണ്ട്. ഏറ്റവും സാധാരണക്കാരായ 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുണ്ട്. ആ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്ത് സമീപനമാണ് കേന്ദ്രം എടുക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോ ഈ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇനിയിപ്പോ ഞങ്ങൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാനുള്ള ആളുകൾ ഉൾപ്പെടെ ഡൽഹി പോയി സമരം ചെയ്യണം. അത്തരം കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെയും UDF സമീപനം? തെരഞ്ഞെടുപ്പ് വരുന്നല്ലോ, പാർലമെന്റിലേക്ക്
മത്സരിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ എന്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഉൾപ്പെടെയുള്ള പണം തടഞ്ഞു വെച്ച് കോടതിയിൽ പോയി ഈ തടസ്സം ഉണ്ടാക്കുകയും കേരളത്തിന് അർഹമായ പണം തരാതിരിക്കുകയും ചെയ്യുന്ന UDFന്റെ അഭിപ്രായം എന്താണ് ഈ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന സമീപനത്തിൽ? ഇന്നലെ ബീഹാറിലെ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി ഉണ്ടല്ലോ ഇന്ത്യ മുന്നണിയുടെ. അവിടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാർ പലരും പങ്കെടുത്തല്ലോ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തോടെയും യൂണിയൻ ഗവൺമെന്റ് കാണിക്കുന്ന സമീപനങ്ങൾ ഇതാണെന്നുള്ള അഭിപ്രായം അവർക്കുണ്ടോ? കേരളത്തിലൂടെ നിരാഹാരം കിടക്കുന്നതിന് പകരം ഇവർ രാജ്ഭവന് മുന്നേ പോയി കിടക്കട്ടെ. അല്ലെങ്കിൽ ഇവിടുന്നുള്ള ആളുകൾ നേരത്തെ തെറ്റവർക്ക് പറ്റിയല്ലോ. ഡൽഹിയിൽ കേന്ദ്ര വിരുദ്ധ സമരമായി നമ്മൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ വന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം വന്നില്ലല്ലോ. അവര് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞു കേരളത്തിലാകെ സാമ്പത്തികമായിട്ട് ആകെ നാശം ഉണ്ടാക്കിയതാണ് ഈ ഗവൺമെന്റ്. KPCC പ്രസിഡന്റ് പറഞ്ഞു, KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നു, രമേശ് ചെന്നിത്തല പറയുന്നു, എല്ലാവരും പറയുന്നല്ലോ. അവര് ഡൽഹിയിലേക്ക് ഈ കാര്യത്തിനകത്ത് സമീപനം എടുക്കുമോ? കേരളത്തിലെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാനും കേരളത്തിലെ സാധാരണ ചെലവ് നടത്താനുമുള്ള പണം സുപ്രീം കോടതിയിൽ അടക്കം അവർ സംബന്ധിച്ച 13,600 കോടി രൂപ തരാതിരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരുമിച്ച് എന്തെങ്കിലും സമരത്തിന് തയ്യാറുണ്ടോ? പെൻഷന്റെ ശമ്പളത്തിന്റെ പ്രശ്നമല്ല, അത് പറ്റിയും കൊടുക്കും. മിസ്മാനേജ്മെന്റിന്റെ പ്രശ്നം ഞാനിവിടെ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഞങ്ങള് ഇതിനകത്ത് എത്രയോ ഓരോ കാര്യങ്ങളെ പറ്റി പറഞ്ഞില്ല. 7,000 കോടിയോളമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തരാനുള്ള പണം. നെല്ല് സംഭരണത്തിന് മാത്രം 1,000 കോടി തരാനുണ്ട്. ഇതുപോലെ ഈ വർഷം ഞങ്ങൾക്ക് തരേണ്ടത്, കഴിഞ്ഞ വർഷം നമുക്ക് കേരളത്തിന് അനുവദിച്ച ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് കിട്ടിയ 4,800 കോടി രൂപ ഈ വർഷം കിട്ടാറുണ്ട്. പബ്ലിക് അക്കൗണ്ടിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ട്രഷറിയിൽ ഞങ്ങൾ 6,000 കോടിയെ ഈ വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ. 13,900 കോടി നിങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞേക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ വർഷം ആകെ ചെലവാക്കിയത് 9,000 കോടിയാണെന്ന് അക്കൗണ്ടന്റ് ജനറലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുൾപ്പെടെ കൊടുത്താൽ ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന പണം എടുക്കാൻ അനുവദിക്കട്ടെ. ഇത് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേറ്റ് തുറന്നു തരാനേ കേന്ദ്രത്തിന് അവകാശമുള്ളൂ. ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് കയറ്റി വിടുക, പണം ഇങ്ങോട്ട് അയക്കുക. ഞങ്ങളാണ് പണം തിരിച്ചടയ്ക്കുന്നത്. കേരള സംസ്ഥാനത്തെ സാധാരണ 3.5 കോടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി മേടിച്ച് തിരിച്ചടയ്ക്കുന്ന കേരള സംസ്ഥാനത്തിന്റെ അവകാശം തടയാൻ എന്താ കേന്ദ്ര ഗവൺമെന്റ് അവകാശം? ആ ഗേറ്റ് തുറന്ന് തന്നിട്ട് പണം എടുക്കാനുള്ള അവകാശം അല്ലാതെ തിരിച്ചൊന്നും കേന്ദ്രമല്ല അടയ്ക്കുന്നത്. അപ്പൊ ഗേറ്റ് തുറന്ന് ഓരോ സംസ്ഥാനങ്ങളെയും റെഗുലേറ്റ് ചെയ്യേണ്ട അവകാശമുള്ള ഒരു കേന്ദ്ര ഗവൺമെന്റ്, ആ ഗവൺമെന്റ് സംസ്ഥാനത്തിന്റെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അവകാശങ്ങളെ വിമർശിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർക്കോ ചില ആളുകൾക്കോ വ്യക്തികൾക്കോ മന്ത്രിമാർക്കോ അവകാശമില്ല. അതാണ് കോടതിയിൽ ഇപ്പൊ കിടക്കുന്ന കാര്യം. അതിനെ സഹായിക്കുന്ന സമീപനമാണോ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്? BJP അത് തന്നെയാണ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷം വലിയ ആക്രമണമായിരുന്നില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ വന്നതെന്താ? കേരളത്തെ ഇങ്ങനെ ശ്വാസം പിടിക്കാൻ അവകാശമില്ല, ഞങ്ങൾക്ക് പണം നിങ്ങൾക്ക് അനുവദിക്കാൻ, നിങ്ങൾക്ക് സാങ്ഷൻ ചെയ്യുന്നു, അവർ സാങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. സാങ്ഷൻ ചെയ്ത് കിട്ടിയാൽ കേരളത്തിന് ഈ പണം അടച്ചിട്ടുള്ളത് കേരളമാണല്ലോ, വേറെ ആരും അടച്ചിട്ടുണ്ടോ? അപ്പൊ ഇതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും പെൻഷനും മാത്രമല്ല, കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് ഇവിടുത്തെ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും കിട്ടാനുള്ള പണം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്രം പലയിടത്തി തരാനുള്ള പണത്തെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇപ്പൊ ഈ 13,608 കോടി രൂപ സുപ്രീം കോടതിയിൽ അവർ അനുവദിച്ചുകൊണ്ട് ആകെ ഈ സംസ്ഥാനത്തിന്റെ ധനകാര്യ കാര്യത്തിൽ നിന്ന് പോരായ്മ പറ്റിയെന്നാണല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നലെ അർത്ഥരഹിതമായിട്ട് പറഞ്ഞത്. കേരളത്തിൽ ഈ ഗവൺമെന്റ് വരുന്ന രണ്ടാം ഗവൺമെന്റ് വരുന്ന 2021 മാർച്ചിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 1,32,000 കോടിയാണ്. ഈ വർഷം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,68,000 കോടിയാണ്. പുറകോട്ടല്ല പോയിട്ടുള്ളത്. ഞങ്ങൾ ഇൻകം 47,000 കോടിയിൽ നിന്ന് ഇപ്പൊ 77,000 കോടിയിലേക്ക് 3 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർധനയാണെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ മൊത്തം സംസ്ഥാനങ്ങൾ എടുത്താൽ ഏറ്റവും വലിയ വർധനകളിൽ ഒന്ന് കേരളത്തിലുണ്ടായ ഈ നികുതി വരുമാന വർധനയാണ്. അത് നികുതി കൂട്ടിയിട്ടല്ല, നിങ്ങൾക്കറിയാം GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കട്ട് ചെയ്യപ്പെട്ടു. GST വന്നപ്പോൾ 46-47% സംസ്ഥാനത്തിന്റെ നികുതി അവകാശം കൂടി പോയി, കേന്ദ്രത്തിന്റെ 28% പോയി. അങ്ങനെ എല്ലാ അവകാശങ്ങളും കേരളത്തിന്റെ ഉണ്ടാകുന്നത് പോയി. എന്നിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ ഇവിടെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്, അസംബ്ലി പറഞ്ഞിട്ടുണ്ട്, പൊതുവിൽ ഇന്ത്യയിലാകെ എക്കണോമിയിൽ ചെറിയ റിസഷൻ സ്വഭാവം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫെബ്രുവരിയിൽ തനത് നികുതി വരുമാനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 12% കിട്ടി. തനത് കേരളത്തിനകത്ത് നികുതി പിരിച്ച GST പിരിവ് നോക്കിക്കഴിഞ്ഞാൽ 16% വർധനയുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 12% വർധനയുണ്ട്. വർദ്ധിപ്പിച്ചു തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 30,000 കോടി 3 വർഷം കൊണ്ട്, 65 വർഷം കൊണ്ട് 47,000 കോടിയിലേക്ക് എത്തിയ തുക 3 വർഷം കൊണ്ട് സാമ്പത്തിക രംഗത്തെ ഒരു ആക്ടിവിറ്റി വർദ്ധിച്ചത് കാരണം അത് 77,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് വസ്തുത എന്നിരിക്കെ
കേരളത്തിലെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നു. പ്രതിപക്ഷവും രാഷ്ട്രീയമാണ് അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. ഈ ഞങ്ങൾക്ക് കിട്ടാനുള്ള അർഹമായിട്ടുള്ള അത് തരുന്നില്ല എന്നുള്ളതിന് കണക്ക് നിങ്ങൾക്ക് അറിയാം. 57,400 കോടിയുടെ കണക്ക് നേരത്തെ പറയുന്നത് ഇപ്പൊ ആളുകൾ അംഗീകരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്നു മാത്രമല്ല പ്രധാന മാധ്യമങ്ങളൊക്കെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ട്, ഇഷ്യൂ നിങ്ങൾ പറയുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളത് പറയേണ്ടി വരും. നിങ്ങൾ പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മാഗസിൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട് ലൈനിന്റെ കവർ പേജ് കണ്ടത് ദ ഫ്രാക്ചേർഡ് ഫെഡറലിസം. വളരെ വലിയ ഈ ഇംഗ്ലീഷ് പത്രങ്ങളിലെ മറ്റ് ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുന്ന ഈ വിള്ളൽ, സംസ്ഥാനങ്ങളുടെ അവകാശപ്പെട്ട പണം കൊടുക്കാതിരിക്കുന്നത്, പ്രത്യേകിച്ച് മാർച്ച് മാസമൊക്കെ വന്നിട്ട് തരേണ്ട പണം തരാതെ ശ്വാസം മുട്ടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കേരളത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിനോട് താല്പര്യമുള്ള ആളുകൾ, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ കാര്യത്തിനകത്ത് കേരളത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ശമ്പളവും പെൻഷനും ബുദ്ധിമുട്ടും അല്ല എന്ന് മാത്രമല്ല, കേരളത്തിനെ നേരത്തെ പറഞ്ഞില്ല കേരളം ശ്രീലങ്ക ആവുന്നൊക്കെ. ഇന്ത്യ ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കാളും വളരെ വളരെ മെച്ചമാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്ന് IMFന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കാളും മെച്ചമാണ് സ്റ്റേറ്റുകളുടെ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമെന്ന് ഇപ്പൊ IMFന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും കൊടുക്കണമെന്നില്ല, കാരണം രാഷ്ട്രീയമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മൂഡീസിന്റെ റേറ്റിംഗ്, മറ്റ് റേറ്റിംഗും ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് 6% 6.4% പിന്നെ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഉള്ളപ്പോ, ധനക്കമ്മി ഉള്ളപ്പോ നമ്മുടെ സംസ്ഥാനത്തിന്റെ 3-ടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം 2.4 അനുവദിച്ചുള്ളൂ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് കേരളത്തിന്റെ ഫിനാൻഷ്യൽസ് കുറച്ചുകൂടി മെച്ചപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ഫിസിക്കൽ കൺസോളിഡേഷൻ മെച്ചപ്പെട്ട 5 സ്റ്റേറ്റുകളിൽ ഒന്നാണെന്ന് കേരളത്തെ പറ്റി ശ്രീമതി ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഫിനാൻഷ്യൽ സ്ഥിതി പൊസിഷൻ മെച്ചപ്പെട്ടു വരുന്ന തരത്തിൽ തന്നെയാണ്. കാരണം 30,000 കോടിയായിരുന്നു 3 വർഷം മുമ്പ് സംസ്ഥാനത്തിന് ഗ്രാൻഡ് ഇനത്തിൽ അല്ലെങ്കിൽ വിവിധ തരത്തിൽ കിട്ടിക്കൊണ്ടുവന്ന പണം. ഗ്രാൻഡ് എന്ന് പറയുമ്പോൾ ടാക്സിന്റെ പോർഷനാണ്. ഈ വർഷം 11,000 കോടിയേ ഉള്ളൂ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ആകെ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കാര്യം എടുത്താൽ നിങ്ങൾ 100 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം കോടി രൂപ ചെലവാക്കുന്നെങ്കിൽ അതിനകത്ത് ഇന്ത്യയിലെ ശരാശരി 46-47% കേന്ദ്രം. 47,000 കോടി രൂപ കേന്ദ്രത്തിന്റെ നികുതി വിഹിതവും ബാക്കി 53,000 കോടി രൂപ സംസ്ഥാനത്തിന്റെ വിഹിതമാണ്. ഇത് ബീഹാർ പോലുള്ള ചില സംസ്ഥാനങ്ങൾക്ക്, ചില നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. അവർക്ക് 70% വരെയുണ്ട്. UP പോലുള്ള സംസ്ഥാനങ്ങൾ, മറ്റു പല ശരാശരി എടുത്താൽ 50% അല്ലെങ്കിൽ 48% ഒക്കെയാണ് കേന്ദ്രത്തിന്റെ ടാക്സ് വിഹിതം. ബാക്കി സംസ്ഥാനത്തില്ല. കേരളത്തിന് 3 വർഷം മുമ്പ് 46% ഉണ്ടായിരുന്നു. 100 രൂപയിൽ 46 രൂപ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള കിട്ടേണ്ട വിഹിതവും ബാക്കി സംസ്ഥാനമാണ്. അത് 35 31 ഈ വരുന്ന വർഷം എത്രയാണെന്നറിയോ? 25% കേരളത്തിന് കേന്ദ്ര വിഹിതം കിട്ടുന്നുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെ കുറെ പേരെ ബാധിക്കുന്ന പ്രശ്നമാണോ? ഇടതുപക്ഷത്തെ നോട്ട് ചെയ്യുന്നവരെ ബാധിക്കുന്നതാണോ? കേരളത്തിന് ഈ 20% 25% കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 കോടി രൂപ ഒരു വർഷം കുറയും. അങ്ങനെ കുറയുന്ന ഈ കുറവ് കേരളത്തിലെ എല്ലാവരുടെയും പ്രശ്നമാണ്. അത് വെട്ടിക്കുറയ്ക്കാൻ ആരെ അംഗീകരിക്കാൻ പറ്റില്ല. ഇതിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം തന്നെ ഉയർന്നു വരേണ്ടതാണ്. ഡൽഹിയിലേക്ക് ഈ പാവപ്പെട്ട പെൻഷൻ കിട്ടേണ്ട ഒരു സാധാരണക്കാരൻ പോയി അവിടെയും കൂടി ടോക്കണായിട്ട് സമരം നടത്തിയാലേ ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ ഈ കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാതിരുന്നപ്പോ സന്തോഷിച്ച് അതിന്റെ പേരിൽ പന്തം കൊടുത്തി പ്രകടനം സന്തോഷിക്കുന്ന UDF-നെ ജനങ്ങൾ അംഗീകരിക്കുന്നത് വിചാരിക്കുന്നുണ്ടോ? BJP ഞാൻ പറയുന്നില്ല, കാരണം BJPക്ക് പറയാൻ പറ്റില്ല. അവരുടെ നയം തന്നെ കേരളത്തിന്റെ താല്പര്യത്തിന് അനുകൂലമല്ല എന്നുള്ളതുകൊണ്ട് BJP സ്ഥാനാർത്ഥികളൊക്കെ ഈ കാര്യത്തെ പറ്റി എന്ത് പറയുന്നൊക്കെ ഉള്ളത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് അറിയാം. എന്തായാലും UDF-ന്റെ നേതാക്കന്മാർ പാർലമെന്റിൽ പോയ 18 MP-മാർ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും തെറ്റിദ്ധരുത്താൻ തയ്യാറാവണ്ടേ? MP ആണല്ലോ KPCC പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞെന്താ ഈ കാര്യങ്ങളൊക്കെ കാണാതാണ്. അദ്ദേഹം എന്തോ കേന്ദ്രത്തിന് അനുകൂലമായി കേരളം മോശമാണ്, കേന്ദ്രത്തിന് കിട്ടാനുള്ള കേസ് സുപ്രീം കോടതി കിടക്കുന്ന കേരളത്തിലെ UDF നേതാക്കന്മാരും MP-മാരോട് ഇത് പറഞ്ഞാൽ എന്താവും? അതുകൊണ്ട് കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും ഇറക്കാൻ UDF-കാർ തയ്യാറാവണമെന്നും കൂടി ഈ അവസരത്തിൽ പറയുക. ഇത് പറയാനാണ് വിളിച്ചത്. എന്തായാലും ഇപ്പോൾ ഉള്ള ആശങ്ക
ആ ആശങ്കകൾ അങ്ങനെ പോകേണ്ട ഒരവസ്ഥയില്ല. എന്നാൽ അങ്ങോട്ട് പോകുമ്പം 22,000 കോടിയാണ് കഴിഞ്ഞ വർഷം ചെലവാക്കിയത്. അത്രയും വലിയ തുക ചെലവാക്കിയ സ്ഥലത്ത് ഈ പണം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ പറയാൻ ഞാൻ ശ്രമിക്കുക. കാരണം നമുക്കൊക്കെ പണം സംസ്ഥാനം നിങ്ങളും ഞാനും എല്ലാം കൂടെ മറിച്ചാലേ 10, 25, 50 ലക്ഷം ഒക്കെ മറിക്കാൻ പറ്റും. 10,000 കോടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? 15,000 കോടി നമുക്ക് മറിച്ചെടുക്കാൻ പറ്റുമോ? സംസ്ഥാനത്തിന് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ലിമിറ്റ് ഇല്ലേ? കിട്ടാനുള്ള പണം, ഇത്രയും വലിയ പണം തരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒക്കെ പ്രതികളാണ്. നിങ്ങളെല്ലാം കൂടെ വിചാരിച്ചാൽ, നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ ഇത്രയും പണം മറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ തരാനുള്ള പണം അവിടെ കൂട്ടി വെച്ചിട്ട് തരാതിരിക്കുമ്പോൾ നമ്മൾ കളക്റ്റീവായിട്ട് ഈ കാര്യത്തെ പറ്റി ചോദിക്കേണ്ടതാണ്, കിട്ടേണ്ടതാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ കേരളീയൻ എന്ന നിലയിൽ കേരളത്തിന് കിട്ടുന്ന പ്രശ്നം എന്ന നിലയിൽ നിങ്ങളെല്ലാം മനസ്സിലാവില്ല ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വ്യത്യസ്തമായി ശമ്പളം കൊണ്ടുവന്ന 3-4 ദിവസം ശമ്പളം സ്ഥിതി കേരളത്തിലുണ്ടായി. മാത്രമല്ല അത് സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമാണ്. കരാറുകാർ ഉൾപ്പെടെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന് വലിയ തോതിൽ പദ്ധതി ചെലവുകൾക്കുള്ള ബില്ലുകളും തുകയും എല്ലാം നൽകേണ്ട ഈ മാസം. ഇത് ഈ നിലയിൽ മുന്നോട്ട് പോയി ഈ സ്ഥിതി പരിഹരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി കേരളത്തിലുണ്ടോ? ഞാനതാ പറഞ്ഞത്, എങ്ങനെ സാമ്പത്തിക സ്ഥിതി ഉണ്ടാവുക? ഇപ്പം മണികണ്ഠന് ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞാൽ മാസം തോറും അടയ്ക്കുന്നു ഒരു അളവുണ്ട്. ശമ്പളം കിട്ടുമ്പോഴാണ് അടയ്ക്കുന്നത്. നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, വ്യക്തിക്കും ബഡ്ജറ്റ് ഉണ്ട്, കുടുംബിനികൾക്കും ബഡ്ജറ്റ് ഉണ്ട്, ബഡ്ജറ്റിനകത്ത് ബഡ്ജറ്റ് ഉണ്ട്, സ്റ്റുഡൻസിന് ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങളുടെ ഒക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന വേറെ കാര്യം കിട്ടുന്നു എന്നുള്ള കാൽക്കുലേഷൻ നടത്തിയിട്ട് ഈ മാസം അടുത്ത മാസം തരാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. കുറച്ചൊക്കെയാണ് നമുക്ക് മറിക്കാം, വലിയ തുകയാണ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഇത് നമുക്ക് ഏതാണ്ട് ഔദാര്യമല്ല, കിട്ടേണ്ട പണമാണല്ലോ. കിട്ടേണ്ട പണം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അത് ചെറിയ തുകയല്ല. 14,000 കോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഹ്യൂജ് ആയിട്ടുള്ള തുകയാണ്. സംസ്ഥാനത്തിന്റെ ആകെ GST കളക്ഷൻ ഒരു വർഷത്തെ 30,000 കോടി, 32,000, 33,000 കോടിയല്ലേ ഉള്ളൂ. പെട്രോളിന്റെ എല്ലാം കൂടെ അത്രയല്ലേ ഉള്ളൂ. അത്രയും ഹ്യൂജായ തുക എന്ന് പറയുന്നത് എത്ര വലിയ ഒരു സംഖ്യ. അത്രയും സംഖ്യ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് നേരത്തെ തന്നെ അവരോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഈ ഇലക്ഷൻ സമയത്ത് ഇത് പൊളിറ്റിക്കലായിട്ട് ഗെയിം കളിക്കരുത്, ഈ ഒരു കാര്യം ചെയ്തെന്നാണ് പറഞ്ഞത്. അത് അത്രയും വലിയ തുകയൊന്നും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. ചെറിയ തുക 10,000, 1000, 2000 ഒക്കെ തന്നെ കൂടി പോലും നമുക്ക് പലതരത്തിലൊക്കെ പിന്നെ എടുക്കാം. അതിനെല്ലാം ഉള്ള സാങ്കേതികമായ തടസ്സം വന്നില്ല. നേരത്തെയുള്ള 2017 മുതലും അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ഗവൺമെന്റ് സമയത്ത് കിഫ്ബി പെൻഷൻ കമ്പനി തടസ്സം ഉണ്ടായിരുന്നില്ല. പെൻഷൻ കമ്പനിയിൽ മാത്രം 34,000 കോടിയായിരുന്നു ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ അതിൽ കടമെടുത്തിരുന്നത്. അന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. ആ പെൻഷൻ കമ്പനിയിലെ കടം 25,000 കോടിയും ഈ സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം നിയമപരമായി ആ 25,000 കോടി തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത 14,000 കോടി മുമ്പെടുത്തു, നിങ്ങളെടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെന്റിന്റെ പേരിലേക്ക് 4 വർഷമായിട്ട് അത് പ്രത്യേകം വെച്ചു. ഇങ്ങനെല്ലാം വരുമ്പോൾ എടുക്കാനും ഇല്ല, ഒരു പിന്നെ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല, ലിക്വിഡിറ്റി ഇല്ല. നമുക്ക് ലിക്വിഡിറ്റിയുടെയാണ് ഇഷ്യൂ. 50,000 രൂപ എന്ന നിയന്ത്രണം അത് ഈ ട്രഷറിയിൽ നിന്ന് നേരിട്ട് പിൻവലിക്കുന്നതിനാണോ ഓൺലൈൻ വഴി ട്രാൻസ്ഫർ? അത് സാധാരണ നിങ്ങളൊക്കെ ബാങ്കിലൊക്കെ ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് പോകുന്നതിന് പകരം 3-4 സാധാരണ 50,000 എന്നൊരു നിയന്ത്രണം വന്നാലേ അത് കുറച്ചു പേരെ ബാധിക്കത്തുള്ളൂ. ഞാനിത് പറഞ്ഞത് ഇവിടെ ചെറിയ തുകയല്ലല്ലോ, നമ്മുടെ ഏറ്റവും മേജറായ തുക പെൻഷനും ശമ്പളവും കൂടിയാണ്. അത് കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞു. അതുകൊണ്ട് ആശങ്ക വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം. ശമ്പളം പിൻവലിക്കുന്നതിന് മാത്രമാണോ ഈ നിയന്ത്രണം? ഇപ്പൊ നമ്മൾ പൊതുവെ ഒരു അക്കൗണ്ട് ആണല്ലോ. അല്ല, അങ്ങനെയെങ്കിൽ ഈയിടെ നമ്മൾ ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെ ഒക്കെ പലിശ വർദ്ധിപ്പിച്ച് ഈ നേരത്തെ തന്നെ നിക്ഷേപങ്ങൾക്ക് പിന്നെ സ്വന്തം അക്കൗണ്ട് ഒന്നും ഒരു നിയന്ത്രണം ഇല്ല. അപ്പൊ ഈ നിക്ഷേപങ്ങൾ സ്വന്തം അക്കൗണ്ടുകൾക്കൊക്കെ ഇവിടെ നിയന്ത്രണമില്ല. നിങ്ങളും ഇക്കാര്യത്തിനകത്ത് ഞാൻ ഇതുവഴി കേരളത്തിലെ ട്രഷറി ഉപയോഗിക്കുന്ന ആളുകളോട് ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്യുന്നത്, കേരളത്തെ ദുർബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരുടെയും ഭാഗത്ത് ശ്രമം ഉണ്ടാവണം. അതുകൊണ്ട് ഈ പറഞ്ഞ 70,000 രൂപ അല്ലെ 1.5 ലക്ഷം രൂപയൊക്കെ ഉണ്ട്. 1.5 ലക്ഷം രൂപ ഇത്രയും ഒരുമിച്ച് വരുമ്പോൾ ഫ്ലോ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. പക്ഷേ ഇന്ന് നമ്മള് ഒരു കാര്യം ഞാൻ പറയാം, ഏത് കാര്യവും സുതാര്യമായി പറഞ്ഞിട്ട് ചെയ്യുന്ന സ്വഭാവമാണ് ഞാൻ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിനകത്ത് ഇങ്ങനെ തന്നെയാണ്, അത് ചെയ്യാൻ പറ്റും. ഈ ബുദ്ധിമുട്ടിക്കലൊക്കെ അവർ ശ്രമിക്കുന്നതിൽ പോലും ഈ മേഖല ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനും ട്രഷറിയും നമ്മുടെ സിസ്റ്റവും വളരെ സ്ട്രോങ് തന്നെയാണ്. ലിക്വിഡിറ്റിയുടെ ഇഷ്യൂ ഇപ്പൊ തന്നെ ഈ 13,600 കോടി രൂപ അവർ തരാതിരിക്കാനൊന്നും പറ്റില്ല. അവർക്ക് കോടതി കേസ് വരുമ്പോൾ കേസിന്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേൾക്കുമ്പോൾ തരേണ്ടി വരും. തന്നാൽ ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ പോലും അത് തന്നാലും തന്നില്ലേലും ശമ്പളത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ ആ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്
നമ്മളിപ്പോ ഈ ശ്രമിക്കുന്നത്. ജനങ്ങൾ അത് നോക്കാനല്ല. ട്രഷറി വരുന്ന ജനങ്ങൾക്കുള്ള ഒരു സംശയം ചോദിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹ്രസ്വകാല നിക്ഷേപം അതിനകത്ത് പൈസ കിട്ടും. അത് പിൻവലിക്കാൻ വേണ്ടി നാളെ ഞാൻ ട്രഷറിയിൽ എത്തിയാൽ ഈ 50,000 രൂപയുടെ നിയന്ത്രണം അവിടെ ഉണ്ടാവുമോ? എല്ലാ മറ്റു നിക്ഷേപങ്ങൾക്കൊന്നും ആ പ്രശ്നം വരുന്നില്ല. ആ പ്രശ്നങ്ങൾക്ക് ട്രഷറിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരേണ്ട കാര്യമില്ല. ശമ്പളവുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഈ ഇപ്പൊ ഒരുമിച്ച് വരുന്നു. കാരണം ഇത്രയും ദിവസം ഒരുമിച്ച് ഒറ്റ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ ചെറിയ തുകയല്ലല്ലോ. 3 ദിവസം കൊണ്ടല്ലേ സാധാരണ കൊടുക്കുന്നത്. മൊത്തം സിസ്റ്റം സ്റ്റക്കായി കഴിഞ്ഞാൽ ഈ പോകുമ്പോ നമ്മുടെ സോഫ്റ്റ്വെയറും സിസ്റ്റവും സ്റ്റക്കായി കഴിഞ്ഞാൽ ഇതിനേക്കാളും ബുദ്ധിമുട്ട് വരില്ലേ? അന്നേരം പിന്നെ നമ്മൾ സ്റ്റക്കാക്കിയെന്ന് പറയില്ലേ നിങ്ങൾ തന്നെ? ബില്ലുകൾ മാറുന്നത് ഇതുമായി ബന്ധപ്പെട്ടല്ല. ബില്ലുകൾക്കൊക്കെ നിയന്ത്രണം ഇപ്പൊ തന്നെ ഉണ്ട്. ബില്ലുകൾക്ക് നിയന്ത്രണം ഉണ്ട്. അതിനകത്ത് BDS ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പണം തന്നില്ലെങ്കിൽ ഇഷ്ടംപോലെ ഈ പണം എല്ലാം എടുക്കാൻ പറ്റുന്നില്ല. പണം ഇവിടെ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. തരേണ്ട പണമല്ലേ. ഞാനത് പറഞ്ഞ ഗേറ്റ് തുറക്കേണ്ട പണി, അല്ലെങ്കിൽ വാൽവ് തുറക്കേണ്ട ഉത്തരവാദിത്തമാണ് കേന്ദ്രത്തിന്റെ. ആ വാൽവ് തുറന്ന് ഇവിടെ കിട്ടുന്ന സാധനത്തിന്റെ റീപേയ്മെന്റ് ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. വാൽവ് തുറക്കാൻ അവകാശം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കാൻ, വെള്ളം തരാതിരിക്കാൻ അവകാശമില്ല കേന്ദ്രത്തിന്. അതാണ് പറഞ്ഞ ഇത്ര നേരം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വാസ്തവത്തിൽ ഇതിനെപ്പറ്റി ആളുകളുടെ മുന്നേ പറയുകയും കേന്ദ്രം അവിടെയും കൂടെ ഒക്കെ മാധ്യമങ്ങളിൽ പറയേണ്ടതാണ്. ഇങ്ങനെ തരാതിരിക്കുന്നത് ശരിയാണ്. ഒരു വ്യക്തത വരുന്നുണ്ട്. അതായത് ശമ്പളം, പെൻഷൻ എന്നിവയുടെ പിൻവലിച്ചിട്ട് മാത്രമാണോ ഈ 50,000 രൂപ നിയന്ത്രണം, അതോ മറ്റ് ഇടപാടുകൾക്ക് ഇത് ബാധകമാണോ? സാധാരണ ട്രഷറിയിലെ മറ്റിടപാടുകൾക്ക് ഇതൊന്നും ബാധകമല്ല. ഏത് സ്ഥാപനത്തിൽ ഇതിനകത്ത് ട്രഷറിയില് വേറെ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ക്രഞ്ചിന്റെ പ്രശ്നമില്ല. ഏറ്റവും ബൾക്കായിട്ട് വരുന്ന കാര്യമാണ്. എന്നാൽ ഇത്രയും പണം വരാതിരിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളെന്താ, കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല, ഒരാഴ്ച കഴിയുമെന്ന് പറയും. ഇതങ്ങനെ ഇല്ല, ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇവർക്ക് കൊടുക്കും. എന്നാൽ അവിടെ ഈ നിരാഹാരം കിടക്കുന്നെന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവരെ ചേർത്തിട്ട് ഡൽഹിയിലേക്ക് ഒരു സമരത്തിലാണെങ്കിൽ അത് ഞാൻ ശമ്പളവും പെൻഷനും ഇപ്പൊ ശമ്പളവും പെൻഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലാണ് ഇത് പറയുന്നത്. ശമ്പളം പെൻഷനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിലാണ് ഇത് പറയുന്നത്. അത് നിയന്ത്രണമല്ല. ഈ 3-4 ദിവസം കൊണ്ട് തീരും ആ പ്രശ്നം. ഒരുമിച്ച് നിങ്ങളൊക്കെ പോയാൽ ഇത് ഈ സിസ്റ്റം ഹാങ് ആവുകയും പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ടാണ്. അതിപ്പോ കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞാൽ അന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനിയുള്ളത് സാധാരണഗതിയിൽ 1, 2, 3 തീയതികളിലാണ് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്? അത് സാമ്പത്തിക പ്രശ്നം കൊണ്ട് മാത്രമല്ലല്ലോ. സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ ഇത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അത് വേറെ ഉണ്ട്. കാരണം ഇത്രയും 14,000 കോടി കിട്ടിയില്ലെങ്കിൽ അത്രയും പണമൊന്നും ഇവിടുന്ന് മറിച്ചെടുക്കാനുള്ള സ്ഥിതിയിൽ ആ പണം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം കിട്ടുന്നതാണ്. അത് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നത്തിലുണ്ട്. അത് നമ്മൾ കോടതി പറയുന്നുണ്ട്. 6-7 തീയതികളിൽ കോടതിയിൽ നിന്ന് അനുകൂലമായ വെർഡിക്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കോടതിയിലെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ റൈറ്റിന്റെ ഭാഗമായിട്ട് കേസ് കൊടുത്തതിന്റെ പേരിൽ കോടതി കിടക്കുന്ന ഒരു കേസിന്റെ പേരിൽ കേരളത്തിൽ തരാനുള്ള പണം മൊത്തം തടഞ്ഞാൽ കോടതി അത് ന്യായമായിട്ട് കോടതിക്ക് ഉൾപ്പെടെ മനസ്സിലാവുമല്ലോ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കിട്ടുമെന്ന്. ആ കിട്ടിയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ട് വരും. അത് പറയാതെ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാനത് പറയാതെ കാര്യമല്ലോ. പക്ഷെ അതിപ്പോ ശമ്പളത്തിലും പെൻഷനും ഇപ്പൊ ബാധിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. 14,000 കോടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാജിക്കൊന്നും ഇല്ലല്ലോ കേരളത്തിലെ ആർക്കും ഈ നോട്ടുണ്ടാക്കാൻ. തരേണ്ടതാണ്. പക്ഷെ കോടതി അത് അനുകൂലമായിട്ട്, ഏറ്റവും നിയമപരമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിനകത്ത് മനസ്സ് തുറന്ന് ശരിയായ സമയം എടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമാണ്. 2-3 ദിവസം കൊണ്ട് പരിഹരിക്കുന്ന കൃത്യമായിട്ട് എന്തെന്ന് പറയാൻ പറ്റുമോ മനസ്സിലായി? അല്ല, ഈ ദിവസങ്ങളിൽ കൊടുക്കും. നേരത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഇന്നോട്ടെ എല്ലാവരുടെയും അക്കൗണ്ട് ഓപ്പൺ ആയി ഇത് പോകുന്നതിനുള്ള സമയം എടുക്കുന്നത്. പക്ഷെ ഒരു ഫ്ലോയിൽ വന്നിട്ട് പിന്നെ ഇത് മൊത്തം സിസ്റ്റം കൊളാപ്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ലിമിറ്റ് വെച്ചിട്ടായി കൊടുക്കുക. അതുകൊണ്ടാണ് ഈ 50,000 ട്രഷറി ഓഫീസർമാർ ഈ സേവിങ്സ് അക്കൗണ്ടുകൾക്കും ഈ നിയന്ത്രണം കൊണ്ട് തരത്തിലുള്ള മെസ്സേജ് കൊടുത്തു. നമ്മൾ ഈ PTSBയുടെ ആണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പം വേറെ കഴിഞ്ഞ ദിവസം ഒക്കെ എന്തെങ്കിലും പറഞ്ഞു അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മളിവിടെ ആലോചിച്ച് പറഞ്ഞത് ഇതാണ്. എല്ലാവരും നോക്കാം. ഇന്നിപ്പോ അങ്ങോട്ട് പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ടെക്നിക്കൽ പ്രശ്നമല്ലോ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നോക്കാം. ഇന്നിപ്പം യോഗമെല്ലാം ചേർന്നിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ക്ഷേമ പെൻഷൻ ഒരു കൊടുക്കാൻ പറ്റുമോ? ഇലക്ഷൻ മുമ്പ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ എല്ലാം കൊടുക്കണമല്ലോ. അവര് തന്നു കഴിഞ്ഞാൽ ആ 13,600 എലിജിബിൾ ആയിട്ടുള്ള പണം തന്നു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കേണ്ടതാണ്. അവരുടെ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഈ ശമ്പളം കിട്ടുന്ന ആളുകളെക്കാളും വളരെ ദാരിദ്ര്യമുള്ളവർക്ക് പറ്റും. അതൊരു ശമ്പളം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പേയ്മെന്റ് അല്ല എന്നുള്ളത് അംഗീകരിക്കും. ഇത് പ്രതീക്ഷിച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ മേടിക്കാൻ നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അവരുടെ ഉൾപ്പെടെ പണമാണ് ഈ തടഞ്ഞു വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശമ്പളം കിട്ടും. ഇപ്പോ ശമ്പളം കിട്ടുന്ന ഈ പിന്നെ സംഘടനകള്, കോൺഗ്രസ് സംഘടനകളെയും BJP സംഘടനകളെയും ഒക്കെ ആളുകള്
അവര് പക്ഷേ ഈ പാവപ്പെട്ടവരുടെ ക്ഷേമ പെൻഷന് വേണ്ടി കൂടി സമരത്തിൽ നിൽക്കണം. നമുക്ക് പിന്നെ രാജ്ഭവന്റെ മുന്നിലേക്ക് ഒരു സമരമല്ല അവർ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് സമരം ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റ് അല്ലല്ലോ, കേന്ദ്രം എടുക്കുന്ന ഡൽഹിയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ സമരത്തിന് പോയതുകൊണ്ടാണ് പറഞ്ഞത്. ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാനും ഇവിടുത്തെ ശമ്പളം ഉറപ്പാക്കാനും ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഇവിടുത്തെ MLA ഡൽഹിയിൽ പോയത്. അതിനുവേണ്ടിയിട്ടാണ് ആ സമരത്തിനാണ് പോയത്. ഞങ്ങള് എല്ലായിടത്തും നിൽക്കാനുള്ള എല്ലാ പണവും CSS സ്കീം, ബാക്കി കേന്ദ്രത്തിൽ നിൽക്കാനുള്ള എല്ലാത്തിന്റെയും വർക്കുകൾ നടക്കണം. അതിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം ചേർന്ന് ഊർജിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതൊരു കേന്ദ്ര സംസ്ഥാന സംഘർഷമൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സംഘർഷം ഒരു സ്ഥലത്തും നല്ലതുമല്ല. കാരണം കോപ്പറേറ്റീവ് ഫെഡറലിസം ശക്തിപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനകത്ത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഒരു മീറ്റിംഗ്. ഈ 50,000 ഒരു ദിവസം എന്നുള്ള നിയന്ത്രണമില്ല. അടുത്ത ദിവസം അത് 1-ാം തീയതി 10-ാം തീയതി തരാണ് ശമ്പളം. അത് 4 ദിവസം കൂടി അങ്ങോട്ട് നീങ്ങും. എങ്ങനെയാണ്? ഇല്ല, മിക്കവാറും ഈ ദിവസം, അതായത് സാധാരണ ഈ 50,000-ന് അകത്ത് കിട്ടുന്ന വലിയ മഹാപുരുഷൻ പിന്നെ അതിനകത്തുനിന്ന് കുറച്ചുകൂടെ വരുന്നത് ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് ആളുകളിൽ അതിനും വേണ്ടി വരും, കമ്മീഷനൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് വലുതായിട്ട് വരാൻ സാധ്യതയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മനഃപൂർവ്വം ആശങ്ക ഉണ്ടാക്കാനല്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ട്. ഇതൊന്നും കിട്ടത്തേയില്ല, ആ ആശങ്ക വേണ്ടെന്നുള്ള ഇപ്പൊ അവർക്ക് മനസ്സിലാവില്ല. ഇന്നിപ്പം സാധാരണ ആളുകളെക്കാളും നിങ്ങളുടെ ഒക്കെ ചാനൽ ലൈവായിട്ട് ആളുകൾ കൂടുതൽ കാണുന്നുണ്ടാവും. കാരണം എന്താ, ഇത് പ്രധാനപ്പെട്ട ശമ്പളവുമായി ബന്ധപ്പെട്ട് പെൻഷനുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു ആശങ്കയില്ല. നിങ്ങൾ ഈ ആശങ്ക പറയുന്നത് നിങ്ങൾക്കും ആശങ്ക ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾ മനഃപൂർവ്വമല്ല. ന്യൂസിന്റെ ഭാഗമായിട്ട് കാണണമെന്നാണ് വിചാരം. ഇതെല്ലാം ഞാൻ ഇത്രയും പറഞ്ഞു. വേണമെങ്കിൽ എനിക്ക് പറയാം, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാതിരിക്കാം. എല്ലാം സുതാര്യമായിട്ട് തുറന്നു പറയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ പൈസ ട്രഷറിയിൽ ഇല്ലാത്തതല്ലായിരുന്നു ശമ്പളം. പൈസ ട്രഷറിയിൽ ഇല്ലാത്തതല്ല. പൈസ ട്രഷറിയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓവർ ഡ്രാഫ്റ്റ് അടക്കം എടുക്കാനുള്ള അവകാശമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 4,000 കോടി രൂപ ടാക്സിന്റെ ഭാഗമായിട്ട് ഈ മാസം ഓരോ മാസം കണക്കുണ്ട്. ഞങ്ങളൊരു കണക്കിട്ടല്ലേ പോലെ ഈ മാസം 10,000 കോടി ഇത് വരുമായിരിക്കും. ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ ആണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ള ലോൺ സാധാരണ ഓരോ മാസം ഇത്ര രൂപ, പിന്നെ അതിന്റെ ബോറോയിങ് ഇത്ര രൂപ, ബോറോയിങ്ങിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കണം, ഇത്ര ശമ്പളം, ഇങ്ങനെ കണക്കുണ്ടല്ലോ. അതനുസരിച്ച് കഴിഞ്ഞ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ കണക്കനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ട 13,600 കോടി രൂപ വരുമെന്നുണ്ട്. ആ വരവാണ് ഇപ്പൊ കട്ട് ചെയ്തത്. ആ കട്ട് ചെയ്തതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണക്കനുസരിച്ചിട്ട് അത്രയും കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരും. അത് ശമ്പളത്തിനും കൃഷി വരാതിരിക്കുന്നതുകൊണ്ടാകും. ഇതുകൊണ്ട് പണം ഗവൺമെന്റ് ഒരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മാസത്തേക്ക് ഇടുന്നതിന് ആ പദ്ധതി ഉണ്ട്. അപ്പൊ പണം ഇല്ലാത്തവരോട് കൊടുക്കാതിരുന്നല്ല. അങ്ങനെയാണെങ്കിൽ 3-4 ദിവസം കൊണ്ട് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. അതിന് പല സോഴ്സുകൾ ഉപയോഗിച്ച് ചെയ്യും. അതുകൊണ്ടല്ല. എന്നാൽ ട്രഷറി നിയമം അനുസരിച്ച് ഇത്ര ദിവസം, റിസർവ് ബാങ്ക് നിയമം അനുസരിച്ച് ഇത്ര ദിവസം ഓടി പറ്റുള്ളൂ, ഇത്ര ദിവസം പിന്നെ അടഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിനാണല്ലോ ഇത് മന ചെയ്ത് പോകുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളാണ് അത്. ആദ്യത്തെ ദിവസങ്ങളിൽ ആ സാങ്കേതിക പ്രശ്നമല്ല, കഴിഞ്ഞ ദിവസം. ഇപ്പൊ ഒരുമിച്ച് ഫ്ലോ വരുന്നത് ഏത് ബാങ്കായാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പോലും വിഡ്രോവൽ നിയമം. ഇപ്പൊ സാധാരണ അത് പറയാറില്ല. ഇതിപ്പോ വന്നപ്പോൾ 3 ദിവസം കൊണ്ട് നമ്മൾ എടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും പറയണ്ട. പക്ഷെ 3 ദിവസം ബില്ല് ഒരുമിച്ചായിട്ടുണ്ട്. 1, 2, 3 തീയതികളിലാണ് ബില്ല് പ്രസന്റ് ചെയ്യുക. സാധാരണ 1, 2, 3 തീയതികളുള്ള ബില്ല് ഓൾറെഡി പ്രസന്റ് ചെയ്തു. സാധാരണ എല്ലാ മാസവും 1-ാം തീയതി ബില്ല് 1-ാം തീയതി എടുക്കും. ഇങ്ങനെയുണ്ട്. ഇപ്പം 1, 2, 3 ഒരുമിച്ച് വരുമ്പോൾ ഫ്ലഡിങ് ഓഫ് ഇതാണ്. അത് വരുമ്പോൾ സ്ട്രീംലൈൻ ചെയ്യും. അതാണ് അതിന്റെ സംഗതി. അല്ല, 1-ാമത്തേതും 2-ാമത്തെ 3-ാമത്തെ എല്ലാം ബില്ല് വന്നേക്കുന്നതുകൊണ്ട് അത് സൂക്ഷിച്ചെടുക്കാൻ പറ്റും. അതാണ് അതിന്റെ കാര്യം. സാധാരണ ഇതിൽ 1-ാമത്തെ ദിവസം പോയി, 2-ാം ദിവസം പോയി. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർ അല്ലേ. അതിന് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ചെറിയ നമ്പർ അല്ല. 10 ലക്ഷം 12 ലക്ഷം പേരൊക്കെ ഒറ്റയടിക്ക് എടുക്കുമ്പോൾ സർക്കാരിന്റെ പദ്ധതികളൊക്കെ നടത്തിയ കരാറുകാരോടെ കേരളത്തിന്റെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി സർക്കാരിന്റെ പണം കിട്ടട്ടെ എന്നല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ ശമ്പളം മാത്രമല്ല, ശമ്പളം മേടിക്കുന്നവരോട് മാത്രമല്ല, ബാക്കി ഈ നാട്ടിലെ ഒത്തിരി പ്രവർത്തനം നടക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് തന്നില്ലെങ്കിൽ എന്താ ചെയ്യട്ടെ? കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. തരാനുള്ള പണമാണല്ലോ. നമ്മൾ വേറെ ഔദാര്യം ഒന്നും ചോദിക്കുന്നതല്ലോ. ആ കിട്ടാനുള്ള പണം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പിന്നീട് ആലോചിക്കേണ്ട. ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങിയെന്ന പ്രചരണം ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം മുടങ്ങി എന്നുള്ള പ്രചരണം തെറ്റാണ്. നേരത്തെയും ഇത്തരം ടെക്നിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സംസ്ഥാനത്തിന് തരേണ്ട പണം കേന്ദ്ര ഗവൺമെന്റ് തരാതിരിക്കുന്നത്. അതും മാർച്ച് മാസം. സാധാരണ ഒരു മാസം 2,000-3,000 കോടിയുടെ ഗ്യാപ്പാ വരിക. സാധാരണ ഒരു മാസം
ജനുവരിയിലായാലും പിന്നെ നവംബറിലായാലും ഒക്കെ 2000-3000 കോടിയുടെ ഗ്യാപ്പേ വരും. 2000-3000 കോടി പോലല്ല, 10,000-12,000 കോടിയുടെ ആവശ്യം വരുന്ന ഒരു സ്റ്റേറ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ മാർച്ച് മാസത്തിൽ ഒരു സംസ്ഥാനത്തിന്റെ പണം തടഞ്ഞു വെക്കുന്നത്. ആ ചരിത്രമാണ് ആദ്യം എഴുതുന്നത്. അതിനെപ്പറ്റി വലിയ ഹെഡിങ് കൊടുത്തിട്ട് അതേപോലെ ഹെഡിങ് മറ്റത് കൊടുക്കണം. സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു ധനമന്ത്രി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നത് ട്രഷറിയിൽ ഇപ്പോഴുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്. ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി 3 ദിവസത്തിനകം പരിഹരിക്കപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 13,500 കോടി, അതായത് അർഹതപ്പെട്ട എലിജിബിളായ എന്ന് കോടതി വരെ കണ്ടെത്തിയ 13,500 കോടി രൂപ അടിയന്തരമായി കേന്ദ്രം അനുവദിക്കാത്തതിൻ്റെ പുറത്തുള്ള സാമ്പത്തികമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ട്രഷറിയെ ബാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ട്രഷറിയിൽ പണം പിൻവലിക്കുന്നത് 50,000 രൂപ അടക്കം അതിൽ മുകളിലടക്കമുള്ള പണം പിൻവലിക്കുന്നതിനുള്ള തടസ്സങ്ങളും നിയന്ത്രണങ്ങളും ഏതാണ്ട് ഒരു 3 ദിവസവും കൂടി കാണും. അത് ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ഡിപ്പോസിറ്റുകളുടെയോ ട്രഷറി ഇടപാടുകളുടെ കാര്യത്തിൽ അത്തരം നിയന്ത്രണങ്ങളില്ല എന്നുള്ളതും ധനമന്ത്രി പറയുകയാണ്. ഇപ്പോൾ ഈ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ശമ്പളം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയ ആശങ്ക സമൂഹത്തിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് സാമൂഹിക പെൻഷനുകൾ മുടങ്ങുന്ന ഒരു കാലഘട്ടം, സാമ്പത്തിക പ്രതിസന്ധി പറയുന്നു. ഇതിനു പുറമെയാണ് ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത്. എന്താണ് ധനമന്ത്രി ഇതേ സംബന്ധിച്ച് പറഞ്ഞത്? എപ്പോഴാണ് ഇത് പരിഹരിക്കപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ കാതലായ പ്രശ്നം? ഈ ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നാണ് ധനമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നു മുതൽ തന്നെ ശമ്പള വിതരണം തുടങ്ങിക്കഴിഞ്ഞു. അക്കൗണ്ടുകളിലേക്ക്, അതായത് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തി തുടങ്ങിയ അക്കൗണ്ടുകൾ ഓപ്പൺ ആയി എന്നുള്ളതാണ്. ഇത് നിലവിലെ നിയന്ത്രണം എന്ന് പറയുന്നത് ചുരുക്കം ചില ദിവസങ്ങളിലേക്ക് മാത്രമാണ്. 3-4 ദിവസത്തിനകം ഈ നിയന്ത്രണം അവസാനിപ്പിക്കും. അതായത് ഇതെല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. നിലവിലെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ദിവസം, അതായത് ഈ ശമ്പളം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രഷറിയിൽ നിന്ന് ഒരു ദിവസം പിൻവലിക്കാവുന്ന തുകയുടെ പരിധി നിശ്ചയിച്ചു എന്നുള്ളത് മാത്രമാണ്. 50,000 രൂപ മാത്രമാണ് ഒരു ദിവസം പിൻവലിക്കാൻ കഴിയുന്ന തുക. തൊട്ടടുത്ത ദിവസം വീണ്ടും 50,000 രൂപ. അതായത് ഈ 50,000-ന് മുകളിൽ ശമ്പളമുള്ള ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക് മാത്രമാണ് ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ നിയന്ത്രണം ബാധിക്കുക എന്നുള്ളതാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗം ആളുകളും 50,000-ൽ താഴെ ശമ്പളം വാങ്ങുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഈ നിയന്ത്രണം ബാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഈ നിയന്ത്രണം നിലവിൽ ഉണ്ടാവുക. അത് തന്നെയും ഒരു വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു നിയന്ത്രണമല്ല. ഒരു ദിവസം പിൻവലിക്കാവുന്ന തുകയുടെ, അതായത് കമലേഷ് തെക്കേക്കാട്, ഇപ്പോൾ നിലവിൽ നിയന്ത്രണമുണ്ട്, അത് അദ്ദേഹം പറയുന്നു. 3 ദിവസത്തിനകം പരിഹരിക്കപ്പെടും. ഇന്ന് മുതൽ ആ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ കാതലെന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഈ ശമ്പളം മുടങ്ങി? ട്രഷറിയിൽ പണമില്ലാത്തത് കൊണ്ടാണോ ശമ്പളം മുടങ്ങിയത്? ഈ കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം സ്ഥിരീകരിച്ചോ? അദ്ദേഹം പറഞ്ഞത് ട്രഷറിയിൽ പണമില്ലാത്തതല്ല ഈ ഇത്തരമൊരു നിയന്ത്രണത്തിന് കാരണം എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ട്രഷറിയിൽ പണമില്ലാത്തൊരു സാഹചര്യമില്ല. പക്ഷേ ഈ ഒരുമിച്ച് ഈ തുകയെല്ലാം കൂടി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിൽ ആ പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുകയും പെട്ടെന്ന് തന്നെ ഇത് ചിലർക്ക് ശമ്പളം നൽകാൻ കഴിയുകയും മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ തരത്തിലുള്ള ഒരു നിയന്ത്രണം, അതായത് എല്ലാവരിലേക്കും ഈ ശമ്പളം എത്തണം എന്നുള്ളത് കൊണ്ട് ചെറിയ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസുകാരടക്കം പറയുന്ന നിലയിൽ ട്രഷറിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നിലവിലില്ല, ശമ്പള വിതരണത്തിലും വലിയ പ്രയാസങ്ങളില്ല. പക്ഷേ നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്പം പ്രയാസത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി മറികടക്കണമെങ്കിൽ കേന്ദ്രം നൽകാനുള്ള ശരി, കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ SSLC പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ പരീക്ഷയാണ്